ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് MCR ചപ്പലിനെ പറ്റി, മൈക്രോ സെല്ലുലാർ ചപ്പൽ. അത് പ്രമേഹ രോഗികളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. MCR ചപ്പൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ചിലർ പുറത്ത് പോകുമ്പോൾ മാത്രം ഇടുന്നു, പരിക്കത്തിടുന്നില്ല. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ, ബാത്റൂമിൽ പോയി ഇടുമ്പോൾ നമ്മളെ മുറിക്കകത്തോടെ നടക്കുമ്പോൾ MCR ചപ്പൽ മൈക്രോ സെല്ലുലാർ റബ്ബർ ഉപയോഗിക്കും. അതിൻ്റെ ഒരു കട്ടി വരുന്നത് 15 to 20 mm കട്ടിയിലാണ് വരുന്നത്. അതിൻ്റെ ഒരു ആയിരക്കണക്കിന് ടൈനി എയർ സെൽസ് ഉണ്ട്. അപ്പോൾ ഞെക്കുമ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് അത് ഞെക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രഷർ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ സാധാരണ ഒരാളൊരു 70 കിലോയുള്ള ആൾ നടക്കുമ്പോഴത്തേന് അതിൻ്റെ വെയിറ്റ് കാലിട്ട് വരുന്ന 1.2 to 1.5 ടൈംസാണ്. ഏകദേശം ഒരു ഒന്നര ഇരട്ടി വരുന്നുണ്ട്. അതായത് 70 കിലോയുള്ള ആൾ 100 കിലോയുടെ ഭാരം നമ്മൾ കാലിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലിലൊരു അൾസർ, ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രഷായിപ്പോൾ അങ്ങോട്ട് രക്തോട്ടക്കുറവ് വരും. അപ്പോൾ ഓക്സിജൻ എത്തുന്ന ഹീലിങ്ങിനെ ബാധിക്കും. നമ്മൾ ശരിക്കും ഒരു MCR ചപ്പൽ ഉപയോഗിച്ചൊരു കാലൊരു മുറിവുണ്ട് ഡ്രസ്സിങ്ങിന് വരികയാണെങ്കിൽ 12 ആഴ്ച കൊണ്ട് നമ്മൾ MCR ചപ്പൽ ഉപയോഗിക്കുക 80% ഹീലിംഗ് ഉണ്ടാകും. മറ്റൊരു നോർമൽ ചപ്പൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും 12 ആഴ്ചയിൽ 20% പോലെ ആൾക്കാർക്ക് പോലും കരിയണമെന്നില്ല. അപ്പോൾ MCR ചപ്പലിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് അത് ടൈനി എയർ സെൽസ് ഉണ്ട് ആയിരക്കണക്കിന്. അതുകൊണ്ട് ഒരേപോലെ പ്രഷർ ഓപ്പറോണിക്കണം. പിന്നെ ധാരാളം വീതിയുണ്ട്. അതുകൊണ്ട് വിരലൊന്നും കൂട്ടിയടിക്കുന്നില്ല. അത് കൂട്ടിയടിച്ച് ഫ്രിക്ഷനോ കാലസോ കോണൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബെൽക്രോ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വൈകുന്നേരം നമുക്ക് കാലിന് നീരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. പിന്നെ റോക്ക് ബോട്ടം ഫൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് അത് റൗണ്ടാണ്, പൊങ്ങിയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തട്ടുവോ വലിയ കല്ലോ മണ്ണൊന്നും കയറാനിടയില്ല. എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും കുത്തി കയറാനും അതുകൊണ്ട് പുറത്തേക്ക് പോകണം. നമ്മൾ എല്ലാ ദിവസവും ചെരുപ്പ് നോക്കണം, ചെക്ക് ചെയ്യണം. കാരണം കാല് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അത്തേ കൊണ്ടിരുന്നിട്ട് നമുക്ക് കാലെ കൊള്ളാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 6 മാസം നമ്മൾ ഉപയോഗിക്കില്ല. കാരണം 6 മാസം കൊണ്ട് തന്നെ അത് പോകും. അത് ഇരുന്നു, അത് തന്നെ എയർ സെല്ലെല്ലാം ഡാമേജ് പോയിട്ട് അത് ഇരുന്നു. അങ്ങനെ ആകുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കണം. ഫുൾ ടൈം നമ്മൾ ഇടണം. ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ മാത്രം ഊരി വെക്കുന്ന ഒരു ശരീരത്തേക്ക് വരണം. രണ്ടാമത്തെ കാര്യം 6 മാസം കൊണ്ട് നോക്കണം. പിന്നെ എല്ലാ ദിവസവും ചെരുപ്പം ചെക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ 24 hours ഉപയോഗിക്കുക. പിന്നെ നമ്മളൊരു അൾസറൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു ഡിഫ്ലക്റ്റ് ചെയ്ത് നമ്മളൊരു ഓർത്തോട്ടിക് ചെരുപ്പുണ്ടാക്കുന്നവർക്ക് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളത് മാപ്പ് ചെയ്തിട്ട് എവിടെയാണ് പ്രഷർ വരുന്നത്, എവിടെയാണ് അൾസർ ഉള്ളത്, അത് നമുക്കൊരു കുഴി ഉണ്ടാക്കി അങ്ങോട്ടൊരു ഓഫ് ലോഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഉപ്പൂറ്റിയുടെ അവിടെയും 4 foot ഏറ്റവും ടിപ്പിലൊക്കെ ആണെങ്കിൽ ടോഡൊക്കെ എവിടെ ഗ്രേറ്റ് ടോഡൊക്കെ ആണെങ്കിൽ അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം പോരാ, MCR മാത്രം പോരാ. നമ്മൾ ഓഫ് ലോഡിങ് ഷൂ അല്ലെങ്കിൽ സർജിക്കൽ ഷൂ നമ്മൾ മേടിച്ചുകൊണ്ട് വരും. കാരണം അങ്ങോട്ടൊട്ടും വെയിറ്റ് വരും, എന്നാലും നമ്മൾ ഹീൽ ചെയ്യുള്ളൂ. ഉപ്പൂറ്റിയൊരു മുറിവുണ്ട്, നമ്മൾ MCR മാത്രം കൊണ്ട് കരിയില്ല. കാരണം അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം നല്ലൊരു ശതമാനം ബോഡിയുടെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപ്പൂരിയുടെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് വരാത്തതിൽ ഓഫ് ലോഡിങ് ഷൂ മേടിച്ചിടണം. അത് പ്രത്യേകമായിട്ട് അളന്ന് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കി അങ്ങോട്ട് വെയിറ്റ് വരാത്തതിനുള്ള ചെരുപ്പം മേടിക്കണം. അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഓഫ് ലോഡിങ് ഷൂ, സർജിക്കൽ ഷൂ മേടിക്കുന്ന കോസ്റ്റ്ലിയാണ്. MCR ആകുമ്പോൾ ഒരു 400 രൂപ ആയിട്ട് അല്ലെങ്കിൽ 800 1000 രൂപയ്ക്കുള്ളിൽ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സൈസ് അനുസരിച്ച് നമുക്കത് ഇട്ട് നോക്കാൻ പറ്റും. സാധാരണ ചപ്പലാണ്. പിന്നെ നമ്മൾ MCRനോട് കോട്ടൺ സോക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ആവിക്കാതിരിക്കും. പിന്നെ എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാ ദിവസവും ചെരുപ്പും സോക്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, പാദം ചെക്ക് ചെയ്യണം. സെൽഫ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കാലം നമ്മൾ പരിശോധിക്കുന്നുണ്ട്, ചപ്പലുകൾ മാറുന്നുണ്ട്, ഫുൾ ടൈം നമ്മൾ ഇടുന്നുണ്ട്, ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അൾസറൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ കുഴി ഉണ്ടാക്കി പ്രഷർ വരാൻ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ MCR ചപ്പൽ സജസ്റ്റ് ചെയ്യാൻ കാര്യം മിക്കവാറും ഡയബറ്റിക് രോഗികൾക്ക് ന്യൂറോപ്പതി കാണും. പിന്നെ അവർക്കൊരു പെയിൻ കാണും. പിന്നെ അതുകൂടാതെ മരവിപ്പ് കാണും. പിന്നെ സെൻസേഷൻ കാണുകയില്ല. നമുക്ക് ആക്റ്റീവായിട്ടുള്ള അൾസർ ഉണ്ടാകും, അത് ഹീൽ ചെയ്യണം. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലർക്ക് അങ്ങോട്ട് രക്തോട്ടക്കുറവും കാണും, ഇസ്കീമിയ അല്ലെങ്കിൽ ന്യൂറോ ഇസ്കീമിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ ന്യൂറോപ്പതി ഉണ്ട്, രക്തോട്ടക്കുറവുണ്ട്. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് കാല് കരിയാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷുഗർ കൺട്രോൾ പ്ലസ് രക്തോട്ടം കൂട്ടാനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അതിനെ കണ്ടുവരും, ഡോപ്ലർ സ്റ്റഡി ചെയ്യേണ്ടി വരും. അതുകൂടെ MCR ചപ്പൽ ഓഫ് ലോഡിങ്ങിന് കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ മുറിവ് കരിയണമെന്നുള്ളൂ. അപ്പോൾ MCR ചപ്പൽ ഗുണമുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ചപ്പലല്ല. നമ്മൾ 24 മണിക്കൂർ ഉപയോഗിക്കണം. കിടക്കുമ്പോൾ മാത്രം ഊരി വെക്കുന്നു, അത് എപ്പോഴും കാണും. പിന്നെ അത് 2 വർഷമൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ എയർ സെല്ലെല്ലാം പോയിട്ട് അത് പതുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന പോലെ പ്രഷർ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പരിപാടി പോകും. അപ്പം നമുക്കൊരു 70 കിലോയുള്ള ആളുടെ 100 കിലോ കാത്തലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ MCR ചപ്പൽ ഉപയോഗിക്കുന്ന 15 to 20% വെയിറ്റ് വരുള്ളൂ. കാരണം ബാക്കിയല്ലെങ്കിൽ ഈവനായിട്ട് പാദത്തിലോട്ട് ഒരേപോലെ പോകുന്നുണ്ട്. അപ്പം 100 കിലോ 70 കിലോയുടെ ആൾ 100 കിലോ വെയിറ്റ് പാദത്തെ വരുന്ന ഒരു
നമുക്ക് അത് കുറഞ്ഞിട്ട് നമുക്കൊരു 25 കിലോ 30 കിലോ അല്ലെങ്കിൽ 25 കിലോ താഴെ ഭാരം വരുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ മുറിവ് വരികയില്ല, കാലസ് തഴമ്പ് വരികയില്ല, തഴമ്പിൻ്റെ അകത്ത് അൾസർ വരികയില്ല. അങ്ങനെ നമുക്ക് മുറിവുകൾ ഒഴിവാക്കാനും നമുക്ക് പ്രോപ്പറായിട്ട് നടന്നു പോകാനും കാലിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും. താങ്ക് യു.